ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം പിളരാതിരിക്കാൻ സഭയെ നെടുകെ പിളർക്കാം. മെത്രാന്മാരെ, സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെ, നിങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? മനുഷ്യരെയോ ദൈവത്തെയോ? വടക്ക് തെക്ക് വിഭാഗീയതയുടെ പാപകരമായ പ്രാദേശികവാദം ദൂരവ്യാപകമായ വിപത്താണ്. സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അവരും സഭയുടെ ഇരുണ്ട യുഗത്തിൻ്റെ ഭാഗമായി മാറും. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അനൈക്യമാണ്. ആന്തരികവും ബാഹ്യവുമായ ഐക്യതയില്ലായ്മ. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഞാൻ എല്ലാ മെത്രാന്മാർക്കും ഒരു കത്തയച്ചു. നാളുകൾക്ക് മുമ്പ് വളരെ മൂർത്തമായ 3 നിർദ്ദേശങ്ങളാണ് അതിൽ എഴുതിയിരുന്നത്. ഒരു വത്സരം കാത്തിരുന്നിട്ടും ഒരു മെത്രാനും ഒരു മറുപടി പോലും എനിക്ക് അയച്ചില്ല, തന്നില്ല. അത് നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനേക്കാൾ അങ്ങനെ ഒരു കത്ത് കിട്ടി, ഒരു ഇമെയിൽ കിട്ടി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് പോലും ഒരു മെത്രാനും എനിക്ക് അയച്ചില്ല. കൃത്യം ഒരു വത്സരം കഴിഞ്ഞപ്പോൾ അതേ കത്ത് ഞാൻ ഒന്നുകൂടെ എല്ലാ മെത്രാന്മാർക്കും അയച്ചു. കൂട്ടത്തിൽ പൊന്റിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ ബാസിൽ പിതാവിനും വത്തിക്കാനും അയച്ചു. വത്തിക്കാനിൽ ഒരാൾ എൻ്റെ കത്തിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു, സ്ഥാപിച്ചു. അത്രമാത്രം മനോഹരമായി വത്തിക്കാനിൽ അവർക്കത് അനുഭവപ്പെട്ടു. എന്നാൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് അത് രസിച്ചില്ല, ആ കത്ത് രസിച്ചില്ല. ആരും തന്നെ എനിക്ക് മറുപടി തന്നില്ല. നിങ്ങളിൽ പലരും ചോദിക്കാറില്ലേ, അച്ഛൻ എന്തിനാണ് ഇങ്ങനെ പരസ്യമായി ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന്? നേതൃത്വത്തെ വിളിച്ച് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന്. കത്തെഴുതിയാൽ മറുപടി തരില്ല, ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മിക്കവരും മറുപടി തരില്ല, വോയിസ് മെസ്സേജ് ഇട്ടാലും മിക്കവരും മറുപടി തരില്ല. ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൻ്റെ പേര് സഭാ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാര ഫോർമുല എൻ്റെ കയ്യിലുണ്ടെന്നും അത് കേൾക്കാൻ തയ്യാറാകണമെന്നും ഞാൻ സഭാ നേതൃത്വത്തെ അറിയിച്ചു, പല പ്രാവശ്യം അറിയിച്ചു. ഈ നിമിഷം വരെ ആ സന്ദേശം വായിച്ചുവെന്ന് പോലും എന്നെ അറിയിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തിലുള്ള ചിലരെ മറ്റ് മെത്രാന്മാർ ഫോൺ വിളിച്ചാൽ പോലും ഈ സഭാ നേതൃത്വം ഫോൺ എടുക്കാറില്ല എന്ന് ചില മെത്രാന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്നതിൽ ഞാൻ പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം? സഹപ്രവർത്തകരായ മെത്രാന്മാരുടെ ഫോൺ പോലും സഭാ നേതൃത്വത്തിലുള്ളവർ എടുക്കുന്നില്ല, മെത്രാന്മാരുടെ ഫോൺ പോലും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയണോ, നിങ്ങളുടെ കാര്യം പറയണോ? ഞാൻ എഴുതിയ കത്തിലെ 3 സംഗതികളും വടക്കും തെക്കും തമ്മിലുള്ള പാപകരമായ പ്രാദേശികത അവസാനിപ്പിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ നാം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ. അതില്ലാതാക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകീകൃത കുർബാനയ്ക്ക് പോലും അതിലൊരു പങ്ക് വഹിക്കാനുണ്ട്, പ്രസാദാത്മകമായ പങ്ക്. എന്നാൽ ഏകീകൃത കുർബാന ഒരു കാരണവശാലും നടപ്പാക്കുകയില്ലെന്ന പ്രതിജ്ഞയെടുത്ത മട്ടില് എറണാകുളത്ത് വന്ന സഭാ നേതൃത്വത്തെ തടയാൻ സിനഡ് അനുകൂലികൾ, സഭാ അനുകൂലികൾ, അതാണ് സഭയിൽ ഉണ്ടാകേണ്ടത്, അവർ പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി മുന്നിട്ടിറങ്ങി. തീർച്ചയായിട്ടും അവർ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ചു. അത് അത്യാവശ്യമായിരുന്നു. പക്ഷെ അവർക്കെതിരെ സഭാ നേതൃത്വം തന്നെ വടക്കും തെക്കുമുള്ള ഭിന്നത വർദ്ധിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അത് വിഷവിത്താണെന്ന് തിരിച്ചറിയാത്ത ചില മെത്രാന്മാർ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും ആ വിഷവിത്ത് വളരട്ടെ എന്നും സഭ നെടുകെ പിളരട്ടെ എന്നും കരുതിയ ചിലര്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗീയത, ഒരു പിളർപ്പ് തങ്ങളുടെ കാലത്തുണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം മെത്രാന്മാര് ഈ
വിഷവിത്ത് വിതച്ച സഭാ നേതൃത്വത്തിന് പിന്തുണ കൊടുക്കുന്നു. എന്നാൽ ഒരല്പം കഴിഞ്ഞ് അവയെല്ലാം അപ്പാടെ പാളിപ്പോയി എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ പാളിപ്പോയി എന്ന് കണ്ട സഭാ നേതൃത്വം ചില മെത്രാന്മാരെ നേരിട്ട് കണ്ട് മറ്റൊരു നരേറ്റീവ്, ഒരു കഥയുണ്ടാക്കുന്നു. തങ്ങൾ ബലിയാടാക്കപ്പെടുകയാണെന്നും തങ്ങളുടെ അസൂയയാണെന്നും തങ്ങളാണ് പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും എന്നാൽ ഞങ്ങൾക്കെതിരെ അസൂയ കൊണ്ട് പലരും പ്രതികരിക്കുന്നുവെന്നും ഞങ്ങളെ തടയുന്നുവെന്നും അങ്ങനെ ഒരു പുതിയ നരേറ്റീവ്. ആ പുതിയ കഥയിൽ ചില മെത്രന്മാർ വീഴുന്നു. രാഷ്ട്രീയത്തിൽ കാണുന്ന ഈ തരം തറ കളികള് സഭയിൽ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായി സുറിയാനി സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ കാണുകയും അതിനെ തടയിടുകയും ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷങ്ങളുണ്ടാകും, വിപത്തുകളുണ്ടാകും. സഭ നെടുകെ പിളരും. പിളർക്കാതിരിക്കാൻ വേണ്ടിയാണ് എറണാകുളത്ത് പാപ്പാവിരുദ്ധരെയും സഭാവിരുദ്ധരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന ആ കഥ പിളർപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് വടക്ക് തെക്ക് വിഭാഗീയത ഉണ്ടാക്കി സഭയെ നെടുകെ പിളർക്കാനാണ് ഈ കഥകൾ മെനയുന്നവർ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് വിഭാഗിതരെ കനൽ തരിയല്ല, ആളിക്കത്തുന്ന തീക്കുണ്ഠമാണ്. ഇത് കനൽ തരിയല്ല, ആളിക്കത്തുന്ന തീക്കുണ്ഠമാണ്. ഇത് കെടുത്താൻ ഉടനടി നടപടികൾ ഉണ്ടായില്ലെങ്കിൽ, ശരീരയും സത്യത്തിന്റെയും വെള്ളം കോരി ഒഴിക്കുന്നില്ലെങ്കിൽ, ഈ നുണയെ, ഈ വിഷവിത്തിനെ ഇപ്പോഴേ നിർവീര്യമാക്കാൻ നാം ശ്രമിക്കുന്നില്ലെങ്കിൽ നാം നടന്നെടുക്കുകയല്ല, ഓടിയെടുക്കുന്നത് നമ്മുടെ തന്നെ നാശത്തിലേക്കാണ്. ഇതൊരു മുന്നറിയിപ്പാണ് സഹോദരി സഹോദരന്മാരെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മരണപത്രം ഐക്യതയ്ക്ക് വേണ്ടിയായിരുന്നു. പുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17 കർത്താവ് സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിച്ചതിന് ശേഷം സത്യത്താൽ അവർ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനമാണല്ലോ സത്യം. സത്യം കൊണ്ട് അവന്റെ വചനം കൊണ്ട് സത്യം കൊണ്ട് സ്ലീഹന്മാരെ പുരോഹിതന്മാരെ വാഴിച്ചതിന് ശേഷം കർത്താവ് ഊന്നൽ നൽകിയത് ശ്ലൈഹികതയുടെ ഐക്യതയ്ക്ക് വേണ്ടിയായിരുന്നു, പൗരോഹിത്യത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയായിരുന്നു. എങ്കിലും ആ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം കർത്താവ് വേർതിരിച്ച് പരാമർശിച്ചു. നാശത്തിന്റെ പുത്രനായ യൂദാസ്. നാശത്തിന്റെ പുത്രനായ യൂദാസ്. ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും നാശത്തിന്റെ പുത്രനായ യൂദാസ് എന്ന് കർത്താവ് പറഞ്ഞു. കാരണം എന്താണ്? കുർബാന സ്ഥാപനത്തിന്റെ ബലിപീഠത്തിലിരുന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചവനാണ് യൂദാസ്. അവൻ നാശത്തിന്റെ പുത്രനാണ്. കുർബാനയുടെ ബലിപീഠത്തിൽ ഇരുന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച നാശത്തിന്റെ പുത്രൻ. അങ്ങനെ എത്രയോ നാശത്തിന്റെ പുത്രന്മാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. കർത്താവിന്റെ ബലിപീഠത്തിൽ നിൽക്കാൻ പാടില്ലാത്തടത്ത് നിൽക്കുന്ന അശുദ്ധ ബിംബങ്ങളായി ആ പുരോഹിതന്മാര് മാറിയിരിക്കുകയാണ്. കർത്താവ് അവനെ ബലിപീഠത്തിൽ ഇറക്കി വിട്ടു. നീ പോ, ചെയ്യാനിക്കുന്ന വേഗം ചെയ്യ്. ഈ ബലിപീഠത്തിലിരുന്ന് പിശാചിന്റെ പ്രവൃത്തി നീ ചെയ്യരുത്. പൊയ്ക്കോ, നീ പിശാചിന്റെ പ്രവൃത്തിയിൽ നീ ചെയ്തോ, പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ടല്ല. അവൻ വിഭാഗീയതയുടെ ആളായിരുന്നു, ഒറ്റക്കാരനായിരുന്നു. ഐക്യതയ്ക്ക്, ശ്ലൈഹികതയുടെ ഐക്യതയ്ക്ക് തടസ്സം നിന്നവനായിരുന്നു. അവനെ കർത്താവ് ഇറക്കി വിട്ടു. സഭയുടെ ഐക്യതയെ അത്രമാത്രം സ്നേഹിച്ച കർത്താവിന്റെ ആ മരണപത്രമാണ്. ഈ പ്രാർത്ഥനയോടെയാണ് പീഡാനുഭവത്തിൽ കർത്താവ് പോകുന്നത്. കർത്താവിന്റെ മരണപത്രമാണ് ഈ മഹാപുരോഹിത പ്രാർത്ഥന, ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ്, ഐക്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് യൂദാസിനെ നാശത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചത്. കാരണം അവൻ ഐക്യതയ്ക്ക് തടസ്സമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവിന്റെ മരണപത്രമാണ് സുറിയാനി സഭയുടെ നേതൃത്വം നിഷ്കരുണം വലിച്ചു കീറുന്നത്. കർത്താവിന്റെ മരണപത്രം വലിച്ചു കീറുകയാണ്. എന്നിട്ട് സഭയെ നെടുകെ പിളർത്താൻ വടക്കും തെക്കും എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ച് സഭയെ നെടുകെ പിളർത്താൻ ശ്രമിക്കുകയാണ്. എറണാകുളം പിളരാതിരിക്കാൻ സുറിയാനി സഭയെ നെടുകെ പിളർത്താമെന്നാണ് ഈ സഭാ നേതൃത്വം കൂലിക്ക് ആളെ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട്
അരമനകൾ തോറും കയറിയിറങ്ങി പുതിയ നരേറ്റീവ്സ് തയ്യാറാക്കുന്നത്. കർത്താവിനെ കബളിപ്പിക്കാമെന്ന് കരുതുകയാണോ സഭാ നേതൃത്വമേ? നീറുന്ന വ്രണങ്ങളുമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ സത്യവിശ്വാസികൾ, അതായത് സഭാനുകൂലികൾ അല്ലെങ്കിൽ സിനഡാനുകൂലികൾ അനുനിമിഷം ജീവിക്കുന്നത്. ഞാൻ അവരങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സിനഡാനുകൂലികൾ അങ്ങനെ ആയിരിക്കണ്ടേ? സഭാനുകൂലികൾ അങ്ങനെ ആയിരിക്കണ്ടേ? അല്ലാതെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരുമായിട്ട് ആണോ ഇരിക്കേണ്ടത്? സഭാവിരുദ്ധരും പാപ്പവിരുദ്ധരുമായിട്ട്? സഭാനുകൂലികൾ, സിനഡാനുകൂലികൾ എന്ന് പറയുന്ന സത്യവിശ്വാസികൾ, അൽമായ വിശ്വാസികൾ നീറുന്ന വ്രണങ്ങളുമായിട്ടാണ് അനുനിമിഷം ജീവിക്കുന്നത്. അവരുടെ മക്കളുടെ അവസ്ഥ, കൂതാശകളില്ലാത്ത അവസ്ഥ, മതബോധനമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ സഭാവിരുദ്ധതയും പാപ്പാവിരുദ്ധതയും പിന്നെ പരമപരിശുദ്ധ കുർബാനയുള്ള അനാദരവും മുഖമുദ്രയാക്കിയവരുടെ അവരുടെ ഈ കോപ്രായങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നതിൻ്റെ വേദന, ഹൃദയ നീറ്റല്, ആ വ്രണം കൂടുതൽ പഴിപ്പിക്കാനും അവരെ മുഴുവൻ പുഴുവരിച്ച് മരിക്കാനും ഇടവരുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത സഭാ നേതൃത്വത്തിലെ ചിലര്, വിമത മെത്രാന്മാര്, സഭാവിരുദ്ധരായ അൽമായ മുന്നേറ്റക്കാരെയും പാപ്പാവിരുദ്ധരായ വിമത വൈദികരെയും കൂട്ടുപിടിച്ച് അവരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഒറ്റക്കെട്ടായിരിക്കുന്നു. അതിന് ചെറുതായെങ്കിലും തടയിടാൻ ശ്രമിക്കുന്ന കൂരിയായെ മാറ്റുമെന്ന് ഭീഷ്മശപഥം ചെയ്തിരിക്കുന്നു. അൽമായ മുന്നേറ്റക്കാരിൽ നിന്നും വിമത വൈദികരിൽ നിന്നും വിമത മെത്രാന്മാരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം എന്ന ഭീതി മിക്ക ഇടവകളിലും നിലനിൽക്കുന്നു. ആർക്കും, ഒരു സിനഡാനുകൂലിക്കും സഭാനുകൂലിക്കും സുരക്ഷിതത്വമില്ലാത്തതിനാൽ ഒരു മനസമാധാനവുമില്ല. ഭീകര മനുഷ്യ ഹത്യകൾ നാം ദിവസവും കേൾക്കുന്നു. അത്തരം കഥകൾ, സംഭവങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളായ ഹമാസിന്റെയും റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെയും ലഷ്കർ ഇ തൈബയുടെയും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ നാം ദിവസവും കാണുന്നു. എന്നിട്ട് അതിന് ഓശാന പാടുന്ന ആളുകളെയും. ഏതാണ്ട് അതിന് തുല്യമായ മാനസികവും കായികവുമായ ആഘാതമാണ് എറണാകുളത്ത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ചെയ്യുന്നത്. സഭാവിരുദ്ധതയിൽ നിന്നും പാപ്പാവിരുദ്ധതയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെറുപ്പും വിദ്വേഷവും അവർ പ്രചരിപ്പിക്കാനായി പവിത്രമായ ബലിപീഠം തന്നെ ഉപയോഗിക്കുന്നു. കുർബാന കണ്ടാൽ മതി, അത് ലിസിറ്റാണോ ഇല്ലിസിറ്റാണോ എന്നത് പ്രശ്നമല്ല എന്ന് ചില ഈ ബാലിശമായ പ്രകൃതിയുള്ള സത്യവിശ്വാസികൾ കരുതുന്നു. അങ്ങനെ ബാലിശമായ ചിന്തകൾ വെച്ചുപിടുത്ത സത്യവിശ്വാസികളുടെ ഈ നിസ്സംഗതാഭാവം, ഈ അഴകുഴമ്പൻ രീതി വിമതരുടെ ആക്രമണങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്നു. എപ്പോഴാണ് ഈ ആക്രമണങ്ങൾ കൂടുതൽ രൗദ്രഭാവം പ്രാപിക്കുകയെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് എറണാകുളം അങ്കമാലിയിലെ പ്രതിസന്ധി. എന്നിട്ടും ചില മെത്രാന്മാർ പറയുന്നു ഇത് ഇങ്ങനെ കുറേ നാൾ കൂടി പോകട്ടെ എന്ന്. എന്നോട് 2-3 മെത്രാന്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ച മെത്രാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് അല്പം ദേഷ്യപ്പെട്ടു. എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ മനുഷ്യരാണ്. ഈ പ്രശ്നം കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് 2 മെത്രാന്മാർ എന്നോട് പറഞ്ഞതാണ്. ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണമുണ്ടായപ്പോൾ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. അങ്ങനെയാണ് ജനങ്ങളോട് കരുതലുള്ള നേതാക്കന്മാർ. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഭാരത സർക്കാർ കൃത്യമായ നടപടികൾ എടുത്തു. ദിവസേന ഭാരതരെ അറിയിച്ചു കൊണ്ടിരുന്നു എന്ത് നടപടികൾ എടുത്തുവെന്ന്. അങ്ങനെയാണ് നല്ല ഭരണാധികാരികൾ. ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തേ അവർക്ക് പ്രവർത്തിക്കാനാകൂ. എന്നാൽ റോമ കത്തിയെരിയുമ്പോൾ വീണ വായിച്ച് രസിച്ച നീറോ ചക്രവർത്തിയെ പോലെയാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വം വളിച്ച ഒരു ചിരിയില് ആലസ്യം പൂണ്ടിരിക്കുന്നത്, വിദേശ യാത്രകളിൽ അഭിരമിക്കുന്നത്. ഈ കളിച്ചിരി കാര്യമാകുമെന്ന് തിരിച്ചറിയാതെ മറ്റു മെത്രാന്മാർ പ്രതികരിക്കാതിരുന്നാൽ, തങ്ങളുടെ രൂപതകളിൽ പ്രശ്നമില്ലെന്ന് കരുതി മിണ്ടാതിരുന്നാൽ, സുറിയാനി കത്തോലിക്ക സഭയുടെ ഇരുണ്ട യുഗത്തിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടം പോലും തെളിയിക്കാത്തവർ എന്ന ചരിത്രം നിങ്ങളെക്കുറിച്ച് വിധി എഴുതും. ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ആക്രമിക്കുന്ന എന്നോട് ചരിത്രം കുറെ കൂടെ കരുണ കാണിക്കും. സുറിയാനി കത്തോലിക്ക സഭ ശീഷ്മേലേക്ക് പോകാതിരിക്കാൻ ശ്രമിച്ചവനെന്നോ ശ്രമിച്ച് തോറ്റുപോയവനെന്നോ എന്നെങ്കിലും ചരിത്രം എന്നെക്കുറിച്ച് രേഖപ്പെടുത്തും. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് കാര്യം?
ആരാണ് നിന്നെ ഞങ്ങളുടെ ന്യായാധിപനോ വിധികർത്താവോ ആയി നിയമിച്ചത്? ഇതാണ് ഞാൻ പലപ്പോഴും കേൾക്കുന്നത്. നിന്നെ ആരാണ് നിയമിച്ചത്? ഇതിന് മറുപടിയായി 2 തിരുവചനങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം. ബഥേലിലെ തീർത്ഥകേന്ദ്രത്തിൽ ചെന്ന് മത നേതൃത്വത്തിനെതിരെ പ്രവചിച്ച ആമോസിനോട് ആ തീർത്ഥകേന്ദ്രത്തിലെ പുരോഹിതനായ അമാസിയ പറഞ്ഞു, എടോ ദീർഘദർശി, യഹൂദ ദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ഈ യൂട്യൂബ് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നീ വന്നിരുന്ന് കുത്തി ഇരുന്ന് എത്രയോ പേരാണ് അങ്ങനെ കമന്റ് എഴുതുന്നത്. അത് തന്നെയാണ് ഈ അമാസിയ പുരോഹിതൻ ആമോസ് ദീർഘദർശിയോട് പറഞ്ഞത്. എടോ ദീർഘദർശി, നീ യഹൂദ ദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബഥേലിൽ പ്രവചിക്കരുത്. അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജ്യത്തിന്റെ ക്ഷേത്രവുമാണ്. മറുപടിയായി ആമോസ് അമാസിയ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല. പ്രവാചകപുത്രൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് കലാലയം ഉണ്ടായിരുന്നു. ഏലിയ പ്രവാചകന്റെ കലാലയം, ഏലീഷ പ്രവാചകന്റെ കലാലയം. ആ കലാലയത്തിലെ സ്റ്റുഡൻസിനെ, വിദ്യാർത്ഥികളെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത്, മക്കള്. ഈ മുഖ്യ പ്രവാചകനെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ മെത്രാന്മാരെ പിതാവ് എന്നൊക്കെ വിളിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ അച്ഛന്മാരെ ഫാദർ എന്ന് വിളിക്കാനായിട്ട് ഇടയായത്. അതെല്ലാം ഈ ബിബ്ലിക്കൽ പാരമ്പര്യങ്ങളാണ്. ഞാൻ പ്രവാചകനല്ല, പ്രവാചക കലാലയത്തിൽ പഠിച്ചവനുമല്ല. ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണ് ഞാൻ ഇടയനായിരുന്നു. സാധാരണ ആടുകളെ മേയ്ക്കുന്ന ഇടയൻ, പിന്നെ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാണ്. ഞാൻ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാഹു എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യാഹു എന്നോട് കൽപ്പിച്ചു. ഇതാണ് എനിക്ക് സംഭവിച്ചത്. യാഹു എന്നെ പിടിച്ചു. ഞാൻ ഇതിലൊന്നും ഇടപെടാതെ ഇരിക്കാൻ എൻ്റെതായ നിലപാടുകളുണ്ടായിരുന്നു. പക്ഷേ യാഹു എന്നെ പിടിച്ച് ഇതിലേക്ക് വലിച്ചിട്ടു. കർത്താവ് എന്നെ വലിച്ചിട്ടതാണ്. ഞാൻ സെമിനാരിക്കാലം മുതൽ ഇതേ നിലപാടുള്ളവനാണ്. പക്ഷെ കർത്താവാണ് പരസ്യമായി ഇതിലേക്ക് എന്നെ വലിച്ചിട്ടത്. യാഹു എന്നെ പിടിച്ച് വലിച്ചിട്ടതാണ്. ആകയാൽ ആമോസിന്റെ വചനം ഉപയോഗിച്ച് ഞാൻ പറയാണ്, നീ യാഹുവയുടെ വചനം കേട്ടുകൊള്ളുക. ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസ്ഹാക്ക് ഗൃഹത്തിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറഞ്ഞല്ലോ. എന്നോട് അങ്ങനെ പലരും പറയുന്നുണ്ട്. അതിനാൽ യാഹ്വേ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയായി തീരും, നിന്റെ പുത്രന്മാരും വാളുകൊണ്ട് വീഴും, നിന്റെ ദേശം അളവ് നൂൽ കൊണ്ട് വിഭജിക്കപ്പെടും, നീയോ അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ആമോസിന്റെ വാക്കുകളാണ്. മഹാപുരോഹിതനായ അമാസിയുടെ വാക്ക് കേട്ട് ആമോസ് പേടിച്ചില്ല. കാരണം കർത്താവാണ് ആമോസിനെ പ്രവാചകനായി വാഴിച്ചതും നിയമിച്ചതും. കർത്താവിനോടാണ് ആമോസിന്റെ പ്രതിബദ്ധത ഉണ്ടായിരുന്നത്. ഇതേ ബോധ്യമാണ് എനിക്കുള്ളത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതാണ് രണ്ടാമത്തെ വചനം, ഗലാത്യ ലേഖനം. അത് തുടങ്ങുന്ന അങ്ങനെയാണ്. പൗലോസ് പ്രഘോഷിക്കുന്ന സുവിശേഷം സ്വീകരിക്കരുത് എന്നും, കാരണം അവൻ അപ്പസ്തലനല്ല, കർത്താവ് ഈശോമിശിഹായുടെ കൂടെ അവൻ ജീവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഗലാത്യ സഭയിൽ പ്രശ്നമുണ്ടാക്കാൻ വന്ന യഹൂദവാദികൾക്ക് പൗലോസ് കൊടുത്ത മറുപടി ഇതാണ്. ഗലാത്യ ലേഖനം 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനിലൂടെയുമല്ല, യേശു ക്രിസ്തുവിലൂടെയും അവന് മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനിലൂടെയുമല്ല, യേശു ക്രിസ്തുവിലൂടെയും അവന് മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്. എനിക്ക് മാണിപ്പറമ്പിലച്ഛന് ലഭിച്ചത് ദൈവവിളിയാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനിലൂടെയുമല്ല, ദൈവത്തിൽ നിന്നുള്ള വിളി. അതിനാൽ വിശുദ്ധ പത്രോസും യോഹന്നാനും ഉന്നയിച്ച ചോദ്യം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അധികാരികൾ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അധികാരികളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. അപ്പോൾ സഭ മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അവർ ദൈവവചനം സധൈര്യം പ്രസ്താവിച്ചു. സ്ലീഹന്മാരുടെ നടപടി 4:19-31. എൻ്റെ കൂടെ സഭ മുഴുവനുമുണ്ട്. അവർ പ്രാർത്ഥന കൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തുന്നു. മറ്റനേകം പേര് പ്രാർത്ഥനയും പ്രവൃത്തിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു, സുറിയാനി സഭയെ രക്ഷിക്കാനായിട്ട്. താൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് ഗലാത്യരെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയും പരിച്ഛേദനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത യഹൂദവാദികളോട്
അവർ പോയി അവരുടെ പുരുഷലിംഗം ഛേദിച്ച് കളയട്ടെ എന്ന് തെറി പറയാനും പൗലോസ് മടിച്ചില്ല. ഗലാത്യ ലേഖനം 5:12. താൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കുക, പിന്നെ പരിച്ഛേദനം ചെയ്യുമെന്ന് നിർബന്ധിക്കുക. അങ്ങനെയുള്ള യഹൂദവാദികളോടാണ് പൗലോസ് പറയുന്നത്, ലെറ്റ് ദം ഗോ ആൻഡ് കാസ്ട്രേറ്റ് ദംസെൽസ്. എന്താണ് കാസ്ട്രേഷൻ? പുരുഷലിംഗം ഛേദിച്ച് കളയുക. ഈ പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ പുരുഷലിംഗത്തിന് അറ്റം ഛേദിക്കലാണ്. പൗലോസ് പറയാ, എന്തിനാണ് ഈ അറ്റം മാത്രമായിട്ട് നിജപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അത്ര മാത്രം കളയുന്നത്? അത് മൊത്തം മുറിച്ച് കളയി. തെറിയാണത്. പൗലോസിന്റെ ഭാഷ സഭ്യമല്ലെന്ന് സഭാ നേതാക്കന്മാർ ആരെങ്കിലും വിളിച്ച് താക്കീത് ചെയ്തോ ആവോ? ഹേറോദസ് തന്നെ കൊല്ലാൻ നോക്കുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ പോയ കുറുക്കനോട് പറയുക, ഞാൻ ഇന്നും നാളെയും നാളെ കഴിഞ്ഞും എൻ്റെ ദൗത്യം തുടരും. കുറുക്ക എന്ന് വിളിച്ചത് സഭ്യമായില്ല എന്ന് ആരെങ്കിലും യേശുവിനെ വിളിച്ച് താക്കീത് ചെയ്തോ ആവോ? അത് എഴുതപ്പെട്ടിട്ടില്ല ഏതായാലും. അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് അനുകൂലികളെ, സഭാനുകൂലികളെ, പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാൽ പൂരിതരായി സധൈര്യം കർത്താവിൻ്റെ സുറിയാനി സഭയെ സംരക്ഷിക്കുവിൻ. അതിനു വേണ്ടി ഏതറ്റം വരെയും പോകുവിൻ. ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. 2024 ജൂൺ 9 നമ്മുടെ സഭാ നേതൃത്വം തട്ടിൽ പിതാവും മറ്റും ഒപ്പും സീലും വെച്ച് രേഖാമൂലം നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്: 2024 ജൂലൈ 3 ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബാർ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുവെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റ് തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളോടും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരോടും ഇതിനാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് നിങ്ങൾ അനേകം പ്രാവശ്യം വായിക്കണം, കേൾക്കണം കേട്ടോ. 2024 ജൂലൈ ഒരു കൊല്ലമാകാൻ പോവുകയാണ്. സഭാ നേതൃത്വത്തിന് ഇതുവരെയും 2024 ജൂലൈ 3 ആയിട്ടില്ല. അതേ പാരഗ്രാഫിൽ ഖണ്ഡത്തിൽ സഭാ നേതൃത്വം ഇങ്ങനെയും എഴുതിയിരുന്നു: മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരും ആയ വൈദികർ അർപ്പിക്കുന്ന കുർബാനിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല. നോക്കൂ, വിമത വൈദികർ മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവരാണെന്നും അത് സഭാ നേതൃത്വം രേഖാമൂലം നമ്മൾ അറിയിച്ചിരിക്കുക. അങ്ങനെ സഭയിൽ നിന്ന് ബഹിഷ്കൃതരായ അവര് ശീഷ്മയിലേക്ക് പോയി അവരർപ്പിക്കുന്ന കുർബാനിൽ പങ്കെടുത്താൽ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുകയില്ല എന്ന് സഭാ നേതൃത്വം നമ്മൾ രേഖാമൂലം ഒപ്പും സീലും വെച്ച് അറിയിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് പശ്ചാത്തപിക്കാത്ത ഈ വിമത വൈദികരെ ആശ്ലേഷിക്കാനും കെട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും പോകുന്നത്. അത് സഭാ നേതൃത്വം ചെയ്യുന്ന പരസ്യമായ ശീഷ്മ പ്രവൃത്തിയല്ലേ? വിഭാഗീയ പ്രവൃത്തിയല്ലേ? സഭയുടെ ഐക്യതയ്ക്കെതിരെയുള്ള കുറ്റകൃത്യമല്ലേ? വീണ്ടും അതേ രേഖയിൽ സഭാ നേതൃത്വം നമ്മോട് പറഞ്ഞു, വൈദികരുടെ അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുമല്ലോ. നിങ്ങൾ 2024 ജൂൺ 9 സർക്കുലർ വായിച്ചു നോക്കൂ. വിമത വൈദികർ അനുസരണക്കേടിലാണെന്ന് സഭാ നേതൃത്വം നമ്മെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു. വൈദികരുടെ അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ട്. അപ്പം വൈദികർ അനുസരണക്കേടിലാണെന്ന് സഭാ നേതൃത്വം രേഖാമൂലം നമ്മൾ അറിയിച്ചിരിക്കുന്നു. പിന്നെ എന്തേ ഈ വിമത വൈദികർക്കെതിരെ, അനുസരണക്കേടിലുള്ളവർക്കെതിരെ കാനോനിക നടപടികൾ എടുക്കാത്തത്? കാനോനിക നടപടി എടുക്കുകയില്ലെന്ന് പരസ്യമായി സഭാ നേതൃത്വം പ്രഖ്യാപിക്കുന്നത് അത് നമ്മളുടെ വെല്ലുവിളിയല്ലേ? സഭയുടെ കാനൽ നിയമത്തോടുള്ള വെല്ലുവിളിയല്ലേ? തീർന്നില്ല. എത്ര നാളാണ് ദൈവജനം ഈ അനുസരണക്കേടിലുള്ള വൈദികരുടെ പീഡനം സഹിക്കേണ്ടത്? പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എത്ര കൊല്ലത്തേക്ക്? എത്ര നാളാണ് ദൈവജനം അനുസരണക്കേടിലുള്ള വൈദികരുടെ പീഡനം സഹിക്കേണ്ടത്? സഹികെട്ടാൽ ദൈവജനം എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് സഭാ നേതൃത്വം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. താൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്താണെന്ന് ചോദിച്ചാൽ അതെ, ഭീഷണിയാണ്. സംശയം എന്താ ഉള്ളേ? ശീഷ്മയിലേക്ക് പോകുന്ന നിങ്ങളെ ഭീഷണിപ്പെടുത്തണ്ടേ ഞങ്ങള്? സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി വൈദികർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് എനിക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് വീഡിയോ സന്ദേശത്തിൽ. സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി വൈദികർ തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് എനിക്കറിയാമെന്ന് മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ തലവൻ. അരുത്, നിങ്ങളവരെ പിന്തുടരുക, അരുത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലിക്കുള്ള വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്.
3 തവണ കത്തുകളിലൂടെയും ഇത് മാർപ്പാപ്പ വ്യക്തമാക്കി. രണ്ടാമത്തെ കത്ത് സഭയുടെ ഔദ്യോഗിക പത്രമായ ലൊസർപത്രോ റൊമാനോയിലും പ്രസിദ്ധപ്പെടുത്തി. ഇവയെല്ലാം വത്തിക്കാനുള്ള ഔദ്യോഗിക രേഖകളിൽ കിടക്കുകയല്ലേ? അല്ലേ? എന്നിട്ടും പശ്ചാത്തപിക്കാത്ത വിമത വൈദികരെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വം പച്ചയ്ക്ക് മാർപ്പാപ്പയെ ധിക്കരിക്കുകയല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഈ രേഖകളെല്ലാം വത്തിക്കാനിൽ കിടക്കുകയല്ലേ? എന്നിട്ടും ഈ പശ്ചാത്തപിക്കാത്തവരെ ചേർത്ത് പിടിച്ചാൽ അത് ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് എതിരെയുള്ള പാപമാകില്ലേ? മാർപ്പാപ്പമാർക്കൊരു തുടർച്ചയില്ലേ? അങ്ങനെ മാർപ്പാപ്പയെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വം, അതിന് മൗനാനുവാദം കൊടുക്കുന്ന സിനഡിലെ ചില വിമത മെത്രാന്മാര്, അവർ മാർപ്പാപ്പയെ ധിക്കരിക്കുകയല്ലേ? അത് ഗൗരവമായ പാപമല്ലേ? അത് ശീഷ്മയല്ലേ? അങ്ങനെയുള്ളവരെ റോമായിലും പിന്നെ മറ്റുള്ളിടത്തൊക്കെ വെക്കുന്നത് ശരിയാണോ? മാർപ്പാപ്പയുടെ പ്രതിനിധിയായ സിറിൽ വാസിൽ പിതാവിനെ കുപ്പിയെറിഞ്ഞിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാത്തതും മാർപ്പാപ്പയ്ക്കെതിരെയുള്ള കുറ്റകൃത്യമല്ലേ? അക്കാര്യം വത്തിക്കാൻ രേഖകളിൽ ഉള്ളത് നിങ്ങൾക്കറിവുള്ളതല്ലേ? എന്ത് നിങ്ങൾ സ്വയം തിരുത്താൻ അമാന്തിക്കുന്നത്? കൃത്യമായ നടപടികൾ എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. സഭയിൽ ധാരാളം പേര് അറിവും സ്നേഹവും ഉള്ളവരുണ്ട്, ചങ്കൂറ്റമുള്ളവരുണ്ട്. മാർപ്പാപ്പയെ അനുസരിക്കുന്ന സിനഡ് അനുകൂലികളെയും സഭാനുകൂലികളെയും നിങ്ങൾ സഭാ നേതൃത്വം പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? അവർക്കെതിരെ കേസ് എടുക്കുന്നത് എന്തുകൊണ്ട്? അവരെക്കാൾ 10,000 മടങ്ങ് അക്രമം ചെയ്ത അൽമായ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും നിങ്ങൾ ചേർത്ത് പിടിച്ച് അക്രമം പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ട്? എന്നിട്ട് അത് ഘട്ടം ഘട്ടമായുള്ള അനുരഞ്ജന ശ്രമമാണെന്ന കല്ല് വെച്ച നുണ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങനെ പുതിയൊരു നരേറ്റീവ് മെത്രാന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തിന്? മെത്രാന്മാരെ, സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാരെ, നിങ്ങൾ പറയൂ, ഞങ്ങൾ നിങ്ങളെ അനുസരിച്ച് മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീഷ്മയിലേക്ക് പോകണോ? ഞാൻ ആവർത്തിക്കുകയാണ്, സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെ, ഞങ്ങൾ നിങ്ങളെ അനുസരിച്ച് മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീഷ്മയിലേക്ക് പോകണോ? ലോകത്തെ ഏതെങ്കിലും ഒരു രൂപതയിലെ വൈദികരുടെ അനുസരണക്കേടും തോന്നിവാസവും ഇതുപോലെ മാർപ്പാപ്പമാര് കത്തുകളും വീഡിയോയും ഇറക്കി ലോകത്തെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ പരസ്യമായിട്ട് പറയുന്നതെന്നാണ്, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അനുസരണക്കേടും തോന്നിയാസവും മാർപ്പാപ്പയാണ് 3 കത്തുകൾ ഒരു വീഡിയോ പരസ്യമാക്കിയിരിക്കുക. വാസുൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. വിമത വൈദികർ സഭാവിരുദ്ധരാണെന്നും പാപ്പാവിരുദ്ധരാണെന്നും അവർ ശീഷ്മയിലാണെന്നും അവരെ പിന്തുടരരുത് എന്നും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മാർപ്പാപ്പന്മാർ സഭാചരിത്രത്തിലുണ്ടോ? ഇത്രയും മോശം സ്ഥിതി സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വന്നു ഭവിച്ചത് വിമത വൈദികർ മാത്രം കാരണമാണോ, അതോ വിമത മെത്രാന്മാരും കൂടിയുള്ളത് കൊണ്ടാണോ? ആ വിമത മെത്രാന്മാർക്കെതിരെ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാര് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? ഒരു വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വചനം, കർത്താവിന്റെ വചനം, നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഞാൻ ആവർത്തിക്കുക, ഇത്രമാത്രം സഭ മോശമാകാൻ കാരണം വിമത വൈദികർ മാത്രമല്ലല്ലോ, വിമത മെത്രാന്മാരും അതിന് കാരണക്കാരല്ലേ? അത്തരക്കാരുടെ മുമ്പിൽ മൗനം പാലിക്കുന്ന മറ്റു മെത്രാന്മാർ തങ്ങളുടെ ദൈവവിളിക്ക് അനുസരിച്ചാണോ ജീവിക്കുന്നത്? പൗലോസിന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ മെത്രാന്മാരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിന്റെ ദാസനായിരിക്കുകയില്ല. ഗലാത്യ ലേഖനം 1:10 വായിച്ചു നോക്കൂ. നിങ്ങളുടെ സഹപ്രവർത്തകർ ശീഷ്മയിലാണെന്നും കർത്താവിന്റെ കുർബാനയ്ക്ക് എതിരാണെന്നും അറിഞ്ഞിട്ടും അവരെ പിണക്കാൻ കൂട്ടാക്കാതെ അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ മേൽപ്പെട്ടക്കാരാണോ? നിങ്ങൾ ദൈവത്തിന്റെ ശത്രുക്കളല്ലേ? കർത്താവിന്റെ ദാസന്മാരാണോ? ഇങ്ങനെ പറയേണ്ടി വരുന്ന സങ്കടമുണ്ട്. പക്ഷെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ നിങ്ങളാണ് ഞങ്ങൾക്ക് ഉപദേശം നൽകുക. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉപദേശം തരേണ്ട ഗതികേടിലാണ്. കാരണം നിങ്ങൾ തിന്മയിലാണ്, അല്ലെങ്കിൽ തിന്മയുടെ പക്ഷത്താണ്. എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ കുറെ നാളുകൾ കൂടി ഇങ്ങനെ പോകട്ടെ എന്ന് നിങ്ങൾ കരുതുന്നത് നിങ്ങളിൽ അല്പമെങ്കിലും ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ? വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, വേദനകൾ, ഇറയിനേറ്റലുകൾ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? നിങ്ങളാണോ ആടുകളുടെ മണമുള്ള ഇടയന്മാർ? 5 ലക്ഷത്തിലധികം ആടുകളെ ഏതാനും ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് ഓടിപ്പോകാൻ
സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? 5 ലക്ഷത്തിലധികം ആടുകളെ ഏതാനും ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് ഓടിപ്പോകാൻ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? പ്രശ്നപരിഹാരത്തിന് ധാരാളം മാർഗങ്ങൾ മുന്നിലുള്ളപ്പോൾ അവയൊന്നും സ്വീകരിക്കാതെ, അവയൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ നിങ്ങൾ കഠിനഹൃദയരായി നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? മറ്റുള്ളവർ കേൾക്കാനുള്ള വിനയം ഇല്ലാത്തത് കൊണ്ടല്ലേ? പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ? സഭ ഔദ്യോഗികമായി എഴുതിയതും പ്രഖ്യാപിച്ചതുമായ കാര്യങ്ങൾ അടുത്ത മാർപ്പാപ്പ പിൻവലിച്ചാലോ എന്ന് കരുതി നിങ്ങൾ ഇനിയും കാത്തിരിക്കുകയാണോ? അങ്ങനെ സംഭവിക്കുകയില്ലെന്ന് തിരിച്ചറിയാനുള്ള സുബോധമൊന്നും നിങ്ങൾക്കില്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡാനുകൂലികളെ, സഭാനുകൂലികളെ, സത്യവിശ്വാസികളെ, നമ്മുടെ സഭാ നേതൃത്വം തലതിരിഞ്ഞിരിക്കുന്നു. ഇടയന്മാരാകേണ്ട അവർ ചെന്നായ്ക്കളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വേട്ടക്കാരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. അതിനാൽ സുറിയാനി സഭയാകുന്ന ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കാൻ നമ്മൾ സുറിയാനിക്കാരായ ആടുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടയന്മാര് വേട്ടക്കാരുടെ പക്ഷം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയുണ്ട്. കർത്താവിനോട് ചേർന്ന് കേട്ടോ. ഞാനൊരു സംഭവം പറയാം. എനിക്ക് പട്ടം കിട്ടിയ കൊല്ലമാണ് 1989 ജൂൺ മാസം 4-ാം തീയതി. ചൈനയിലെ ടിയാനൻമെൻ ചത്തുരത്തിൽ കലാലയ വിദ്യാർത്ഥികൾ സമരം നടക്കുകയാണ്. വലിയ എന്താ പറയുക, വളരെയധികം പ്രശസ്തമായ ഒരു സമരമാണ്. പക്ഷേ ആ സമരത്തെ, കലാലയ വിദ്യാർത്ഥികളുടെ, സർവകലാശാല വിദ്യാർത്ഥികളുടെ സമരത്തെ അടിച്ചമർത്താൻ സൈനിക പീരങ്കികളും കവചിത വാഹനങ്ങളും വന്ന് അവരെ മേൽ കയറ്റി ഇറക്കി. അനൗദ്യോഗിക കണക്ക് പ്രകാരം 10,000-ലേറെ യുവാക്കളെയാണ് കൊന്നൊടുക്കിയത്. ഔദ്യോഗിക കണക്ക് വളരെ ചെറുതാണ്, അതുതന്നെ പലതരത്തിലാണ് കിടക്കുന്നത്. 10,000-ലധികം ചെറുപ്പക്കാരെ ഈ ടാങ്കുകളും കവചിത വാഹനങ്ങളും കയറ്റി കൊന്നൊടുക്കി. അവരുടെ ശവങ്ങനെ ആ ചത്തുരത്തിൽ ചിതറിക്കിടക്കുകയാണ്. ആ അവസ്ഥ നിങ്ങളൊന്നും മനസ്സിൽ കാണണം കേട്ടോ. തങ്ങളുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ചലനമറ്റ ശരീരവുമായിട്ട് കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ആ ശവശരീരങ്ങൾ ഇടയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ചത്തുമലച്ച് കിടക്കുന്ന അതിൻ്റെ ഇടയിലേക്ക് അവരുടെ നേതാക്കളിൽ ഒരാൾ വന്നു. നിങ്ങൾക്ക് ഊഹിക്കാം ആ ഒരു സംഘർഷം, അല്ലെങ്കിൽ മനസ്സിൻ്റെ വേദന. ഹൃദയനേറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകൾക്ക് പോലും ധ്വനിസാന്ദ്രത ഇല്ലാതെ പോകും. അങ്ങനെ തങ്ങളുടെ സഹപ്രവർത്തകരുടെ അനക്കമില്ലാത്ത ശരീരങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു കാടിന് തീ പിടിച്ചു. തങ്ങളുടെ ജീവനും സകല ഈ എന്താ പറയുക, ജീവന്റെ വ്യവസ്ഥയും എല്ലാം നശിച്ചു പോകുമെന്ന് കണ്ട ഉറുമ്പുകൾ അവരുടെ രാജാവിന് മുമ്പിൽ സമ്മേളിച്ചു. ഒരു പ്രതിസന്ധിയാണ്. വംശം തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലാണ് കാട്ടുതീ. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? രാജാവ് അവരോട് പറഞ്ഞു, നമ്മുടെ മുമ്പിൽ 2 മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ മരച്ചിലും കൊമ്പിലൊക്കെ ആയിരിക്കുകയാണല്ലോ, അവിടെ തന്നെ അങ്ങ് ആയിരിക്കുക. അപ്പം എല്ലാവരും ചത്തുപോകും, ഒരെണ്ണം പോലും അവശേഷിക്കില്ല. നമ്മുടെ ഈ വംശം തന്നെ അന്യം നിന്ന് പോകും. ഇതാണ് ഒരു മാർഗം. ഓരോരുത്തരും അവരവരായിരിക്കുന്ന ആ അവസ്ഥയിൽ തനിച്ചായിരിക്കുക. ഇതാണ് ഒരു മാർഗം. മറിച്ചൊരു മാർഗമുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരു ബോളാകുക, എല്ലാ ഉറുമ്പുകളും കൂടി ഒരു ബോളാകുക, എന്നിട്ട് ഈ തീക്കൊണ്ടത്തിനെ കൊണ്ട് ചാടുക. അപ്പോൾ പുറത്തുള്ളവരൊക്കെ കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിലുള്ളവർ രക്ഷപ്രാപിക്കും. അവരിലൂടെ നമ്മൾ അതിജീവനം കണ്ടെത്തും, പിന്നെ പെറ്റുപെരുകും, അങ്ങനെ വംശം നിലനിൽക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിലോ ഒക്കെ തനിച്ച് നിന്ന് ഇല്ലിസിറ്റ് കുർബാനിൽ പങ്കെടുത്ത് അച്ഛന്മാരെയും മെത്രന്മാരെയും മാണിപ്പറമ്പലച്ചനെയും ഒക്കെ കുറ്റം പറഞ്ഞ് മാർപ്പാപ്പയെ ധിക്കരിച്ച് കർത്താവിനോട് കൂറ് കാണിക്കാതെ സഭയെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. എനിക്കൊരു കുർബാന മതി എന്നും പറഞ്ഞ് തിരിച്ചു പോകാം. എല്ലാവരും നശിക്കും, സഭയും നശിക്കും. ഇല്ലിസിറ്റ് കുർബാനിൽ പങ്കെടുത്ത് പാപ്പാവിരുദ്ധരായ വിമത വൈദികരെ അനുസരിച്ച് സഭാവിരുദ്ധരായ അൽമായ മുന്നേറ്റക്കാരെ പ്രതിരോധിക്കാതെ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ നിങ്ങൾ കുർബാന കണ്ടതുകൊണ്ടും സ്വീകരിച്ചതുകൊണ്ടും ഒരു കാര്യമുണ്ടാകില്ല. നശിച്ചു പോകും, സഭയും നശിക്കും നിങ്ങൾ തനിച്ചു നിന്നാൽ. മറിച്ച്
നിങ്ങളെല്ലാവരും ഒരൊറ്റ ഏകതയാവുക, ഒരൊറ്റ ബോളാകുക, ഒരൊറ്റ ഗണമാകുക. തീർച്ചയായും നിങ്ങളെല്ലാവരും വലിയ മനുഷ്യരാണ്. പലരും പട്ടണങ്ങൾ താമസിക്കുന്നവരാണ്. അവരുടെ എന്താ പറയുക, കുലീനത്വവും അതെല്ലാം പാലിക്കണം എന്ന് തോന്നുന്നവരാണ് വലിയ മനുഷ്യർ. പക്ഷെ ഇക്കാര്യത്തിനായി ആ വലുപ്പം, ആ ഈഗോ ഇല്ലാതാക്കുക. ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസനായി, അടിമയായി, മനുഷ്യനായി കുരിശുമരണം പ്രാപിച്ച കർത്താവിനെയാണ് നമ്മൾ ഈശോയാണ് നമ്മൾ കർത്താവായി സ്വീകരിക്കുന്നത്. ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിയ കർത്താവ്, ദാസനായി, അടിമയായി കുരിശുമരണം വരിച്ച കർത്താവ്, ആ കർത്താവിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ വലിയ സ്ഥാനങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങുക, ഒരൊറ്റക്കെട്ടാവുക, മാർഗനിർദ്ദേശം കൊടുക്കുക. പല അഭിപ്രായങ്ങളും 100 അഭിപ്രായങ്ങളും വരും. അതിലേറ്റവും സ്വീകാര്യമായത് മാത്രം സ്വീകരിക്കാനുള്ള വിനയം കാണിക്കുക. എൻ്റെ പേര് വരണം, ഞാനാണ് വലുത് എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. എന്നിട്ട് ഒറ്റക്കെട്ടാവുക, ഒരേ സ്വരത്തില് ഒരൊറ്റ ചാട്ടം. ചിലർ കരിഞ്ഞു പോകും, പക്ഷേ നമ്മുടെ സഭ നിലനിൽക്കും. ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്, സത്യമായ ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം, സുറിയാനി പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ വെടിയാൻ തയ്യാറുള്ള കുറച്ച് പേർ ആവശ്യമുണ്ട് ഓരോ ഇടവകയിലും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് തന്നെ, മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. വടക്കും തെക്കുമായി സഭയെ നെടുകെ പിളർക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. തെറ്റ് സമ്മതിക്കാതെ തെറ്റിനെ ന്യായീകരിക്കാൻ ആളുകളെ കൊണ്ട് ലേഖനം എഴുതിപ്പിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. പുതിയ കഥകൾ മെനഞ്ഞ് പുതിയ നരേറ്റീവ്സ് ഉണ്ടാക്കി മെത്രാന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. ഇത്തരം രാഷ്ട്രീയ കളി നടത്തുന്ന, തറവേലകൾ നടത്തുന്ന നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന വികാരിയച്ഛൻ ഞങ്ങൾക്ക് വേണ്ട. സുറിയാനി സഭാവിരോധികളായ അൽമായ മുന്നേറ്റക്കാര് ഇടവകയിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞാൻ ആവർത്തിക്കുക, നമ്മൾ കുറെ പേർ കരിഞ്ഞു പോകും, കുറെ പേർക്കെതിരെ കേസുകൾ വരും. നമ്മെ സംരക്ഷിക്കുമെന്ന് കരുതുന്ന മെത്രാന്മാർ തന്നെ നമുക്കെതിരെ കേസ് കൊടുക്കും. പക്ഷേ ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്, ശരിയായ ആരാധനയ്ക്ക് വേണ്ടിയുള്ള പുറപ്പാടാണ്. കുറച്ചു പേർ ജീവൻ വെടിഞ്ഞാലേ, കുറച്ചുപേർ ത്യാഗം സഹിച്ചാലേ മറ്റുള്ളവർക്കെങ്കിലും ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും. ഇതൊരു യുദ്ധമാണ്, പൈശാചിക ശക്തികൾക്കെതിരെയുള്ള യുദ്ധം. ചില പോരാട്ടങ്ങൾ തോൽക്കും, പക്ഷെ നിരാശത പാടില്ല. പ്രത്യാശയുടെ അടുത്ത പോർമുഖം തുറക്കുക. ശത്രുവിനെ നിലം പരിശാക്കുന്നത് വരെ വിശ്രമിക്കരുത്. പരിശുദ്ധ റൂഹ നിങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. സകല വിശുദ്ധരും മാലാഖമാരും നമ്മുടെ യുദ്ധത്തിൽ അണിചേരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.